ഹലോ, എല്ലാവർക്കും സ്വാദ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കേരളത്തിൻ്റെ സ്വന്തം എന്നൊക്കെ പറയാവുന്ന ഒരു ക്ലാസിക് റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് വളരെ കോമൺ ആയിരുന്നു ഈ കിഴങ്ങുകൾ കൊണ്ടുള്ള വിഭവങ്ങൾ. അതിലൊരു കിഴങ്ങ് വർഗ്ഗമാണ് കാച്ചിൽ. ഇന്നത്തെ റെസിപ്പി കാച്ചിൽ കൊണ്ടുള്ള, വെറും കാച്ചിലല്ല, പർപ്പിൾ കളർ കാച്ചിൽ കൊണ്ടുള്ള പുഴുക്കാണ്. ഈ വീഡിയോ ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾക്ക് ഈ കാച്ചിൽ അയച്ചു തന്നത് ഞങ്ങളുടെ സുഹൃത്തായ രഞ്ജിത്ത് തോമസ് ആണ്. രഞ്ജിത്ത് തോമസിനും ഫാമിലിക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. നമുക്ക് റെസിപ്പിയിലേക്ക് വരാം. സാധാരണ രണ്ട് രീതിയിലാണ് കാച്ചിൽ തയ്യാറാക്കി കാണാറുള്ളത്. ഒന്ന്, വെറുതെ പുഴുങ്ങി ഉള്ളി കാന്താരി ചമ്മന്തിയുടെ കൂടെ കഴിക്കുന്നതാണ്. അല്ലാതെ ഇതുപോലെ പുഴുക്കുണ്ടാക്കിയും കഴിക്കാം. തിരുവാതിര പുഴുക്കുണ്ടാക്കുമ്പോഴൊക്കെ കാച്ചിൽ ചേർക്കും. ഇതൊരു സിമ്പിൾ പുഴുക്ക് റെസിപ്പിയാണ്. ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം തേങ്ങ കൊണ്ടൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങ ചിരകിയതെടുക്കാം. 3-4 പച്ചമുളക്, മുളകിൻ്റെ എരിവ് അനുസരിച്ച് ചേർക്കുക. 10-15 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയും വെള്ളം ഒട്ടും ചേർക്കാതെ ചെറുതായി ഒന്ന് ചതച്ച് എടുക്കുക. അടുത്തത് കാച്ചിൽ വേവിക്കാം. ഈ വീഡിയോയ്ക്ക് വേണ്ടി 1/2 കിലോ പർപ്പിൾ കളർ കാച്ചിലാണ് എടുത്തിരിക്കുന്നത്. കാച്ചിൽ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് അരപ്പ് കൂടുതൽ ഉണ്ടാക്കുക. ഇനി കാച്ചിൽ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ചേർക്കണം. എനിക്ക് 3 കപ്പ് വെള്ളമാണ് ആവശ്യം വന്നത്. ഇതാദ്യം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നല്ലപോലെ തിളച്ച് തുടങ്ങുമ്പോൾ തുറന്നു വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ വെള്ളം തിളച്ച് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്. കാച്ചിൽ നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ വേവിക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാടധികം വെള്ളം ഉണ്ടെങ്കിൽ അത് കുറച്ച് അരിച്ചു മാറ്റാം. ഇനി ഇത് ഉടച്ചെടുക്കാം. അടുത്തത് ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. അല്പം കറിവേപ്പില ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്യാം. കാച്ചിൽ പുഴുക്ക് തയ്യാറായി. ചൂടോടെ ഉള്ളിക്കാന്താരി ചമ്മന്തിയുടെ കൂടെയോ മീൻ കറിയുടെ കൂടെയോ സെർവ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായി സ്വാദ് ഓഫ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.